ത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ചൂടുകൊണ്ടാകാം അപകടമുണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ലല്ലു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലല്ലു പറഞ്ഞു വന്നത് തുടരാം. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് വരും ദിവസങ്ങളിൽ തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ തന്നെ പൂര ദിവസം രാത്രി നടക്കുന്ന വെടിക്കെട്ടുമെല്ലാം കിലോ കണക്കിന് കരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന വെടിക്കെട്ടാണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. സാമ്പിൾ വെടിക്കെട്ട് തന്നെ ആളുകൾ ആവേശപൂർവ്വവും ആകാംക്ഷപൂർവ്വവും കാത്തിരിക്കുന്ന ഒന്നാണ്. ഇത് സ്വാഭാവികമായും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് ഏറ്റെടുത്തിട്ടുള്ള ലൈസൻസുകൾ ഈ വെടിക്കെട്ട് പരമാവധി മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വെടിക്കെട്ട് പുരകളെല്ലാം സജ്ജീകരിച്ച് ഇത്തരത്തിൽ അവർ സാമ്പിൾ വെടിക്കെട്ടിൻ്റെയും അവസര ദിവസം നടക്കുന്ന പൂര ദിവസത്തെ വെടിക്കെട്ടിൻ്റെയും എല്ലാം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കനത്ത ചൂടാണ് സംസ്ഥാനത്ത്. പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വേനലാണ്. സ്വാഭാവികമായും ഈ കരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം രേണുക, പ്രത്യേകിച്ച് ഈ വലിയ വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ കിലോ കണക്കിന് കരിമരുന്നുകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാസവസ്തുക്കളടക്കം ഈ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമിട്ടുകൾക്കെല്ലാം നിറവും തിളക്കവും നൽകുന്നത് വിവിധതരം രാസവസ്തുക്കൾ കരിമരുന്നുമായി യോജിപ്പിച്ചാണ് ഈ അരച്ചും മിക്സ് ചെയ്തുമൊക്കെ ഈ അമിട്ടുകളിൽ നിറച്ച് ഈ ആകാശത്ത് വിടുന്ന ഒരു അമിട്ടിൽ തന്നെ കിലോ കണക്കിന് കരിമരുന്നുകൾ നിറയ്ക്കുന്ന അമിട്ടുകളുണ്ട്. അമിട്ടുകളുടെ കളറും അതുപോലെ തന്നെ വ്യാസവും മാറുന്നതനുസരിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കരിമരുന്നിൻ്റെ അളവിൻ്റെ എണ്ണത്തിനും വലിയ വർധനവുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 22 കിലോ 25 കിലോ ഭാരമുള്ള അമിട്ടുകൾ വരെ ഇത്തരം വെടിക്കെട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഇത്തരം പ്രവൃത്തികൾ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിൽ തട്ടിയാൽ പോലും കത്തുന്ന തരത്തിലുള്ള രാസവസ്തുക്കളും കരിമരുന്നുകളും ഈ വെടിക്കെട്ട് പുരകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല കരിമരുന്നുകളും ഇത്തരത്തിലുള്ള ഈ വെടിക്കെട്ട് പുരകളിൽ നിന്ന് ദൂരെ മാറി തണലത്തൊക്കെ സൂക്ഷിക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഈ കരിമരുന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ രാസവസ്തുക്കളുമായി മിക്സ് ചെയ്ത പല മരുന്നുകളും ദൂരേക്ക് മാറി തണലത്ത് കാരണം വെയിലത്തിരുന്നാൽ ചെറിയ പ്രകാശം തട്ടിയാൽ പോലും കത്താൻ സാധ്യതയുള്ള തരത്തിലുള്ള മരുന്നുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ വെടിക്കെട്ട് പുരകളിൽ കരിമരുന്നുകൾ കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ചും ഈ പൂരത്തിനൊക്കെ വെടിക്കെട്ടുകളിൽ ആവശ്യം വരുന്ന കുഴിമിന്നലുകളെല്ലാം ധാരാളമായി കരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ അപകട സ്ഥലത്ത് കാണുന്നത് ഈ സ്ഫോടനത്തിന് ശേഷം തുടർ സ്ഫോടനങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു. ഈ പറഞ്ഞ കുഴിമിന്നലുകളാണ് നിരന്തരമായി അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെ 5 യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നു. ഈ പ്രദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു വലിയ പാടശേഖരത്തിൻ്റെ നടുക്ക്, അതായത് സാധാരണ ആളുകൾക്ക് എത്താൻ പ്രയാസമുള്ള അത്ര ദുർഘടമായ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ആയിരിക്കും ഈ പ്രദേശത്ത് എത്തിച്ചേരുക. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ ജനവാസമുള്ള ഒരു പ്രദേശത്ത് വെടിക്കെട്ട് പുരകൾ ഉണ്ടാകാറില്ല. ഇത് ജനവാസമില്ലാത്ത പ്രദേശമാണ്. അവിടെ തീ പടർന്നു പിടിക്കുമെന്നുള്ള ആശങ്ക വേണ്ട. പക്ഷേ അവിടെ ജോലി ചെയ്തതിന് ഏതാണ്ട് 40-ലധികം ആളുകൾ ഈ പുരകളിൽ പണിയെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത വേനലാണ്, കരിമരുന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു അശ്രദ്ധയും അല്ലെങ്കിൽ ഏതൊരു പാളിച്ചയും, നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കടുത്ത ചൂടടക്കമുള്ള പല കാരണങ്ങളും പ്രാഥമിക നിഗമനം ഇപ്പോൾ കടുത്ത ചൂടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. 5 പേർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ എത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരം വരുന്നുണ്ട്. 17 പേർ മേജർ ഇഞ്ചുറികളുമായിട്ട് പരിക്കുകളുമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്നത് വരുന്നു. 2 പേർ വാർഡിലുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 24ഓളം പേരെ ഇതുവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 17 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നത് വരുന്നു. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുസ്സഹമായി തുടരുകയാണ്. അവിടേക്ക് മനുഷ്യർക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ തുടർ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീയണയ്ക്കാൻ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അങ്ങോട്ടേക്ക് എത്തിച്ച് കൂടുതൽ
കാര്യക്ഷമമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താം എന്ന ഒരു ആലോചനയാണുള്ളത്. അതിനുള്ള നടപടികൾ നടക്കുന്നു. എറണാകുളത്ത് നിന്നായിരിക്കും ഈ റോബോയെ എത്തിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് റോബോയെ എത്തിച്ച് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് ഇനിയുള്ള പ്രതീക്ഷ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മന്ത്രി കെ രാജൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു എന്ന വിവരം കൂടി വരികയാണ്. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നവമി, ഈ തുടർ സ്ഫോടനങ്ങൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ കർശന നിർദ്ദേശം ആരും അങ്ങോട്ടേക്ക് പോകരുത് എന്ന നിലയിൽ പോലീസ് കൊടുത്തിരിക്കുന്നു എന്നറിയുന്നു. ഈ റോബോയെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇനിയുള്ള പ്രതീക്ഷ, അല്ലേ? രേണുക, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു തന്നു, തുടരെയായിട്ടുള്ള സ്ഫോടനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് കൃത്യമായി എത്തി തീ അണയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഡ്രോണിന്റെ അടക്കം സഹായം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോബോ കൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോബോട്ടിനെ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അടുത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്നും ആ റോബോ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരും ഈ സ്ഫോടനം നടക്കുന്ന ഇടത്തേക്ക്, അതായത് ഈ പടക്കശാലയുടെ അടുത്തേക്ക് പോകരുതെന്നൊരു മുന്നറിയിപ്പ് പോലീസ് നൽകിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ഡോക്ടർമാർ പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചൂട് കൊണ്ടാകാം അപകടമുണ്ടായതെന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്, കേരളം വലിയ ചൂടിലാണ്, ചുട്ടുപൊള്ളുന്ന സാഹചര്യമാണ്. ഇത്രയും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അത് നിർമ്മിക്കുമ്പോൾ ഈ ചൂടൊക്കെ വലിയ രീതിയിൽ പ്രതികൂലമായി സാഹചര്യം ഉണ്ടാക്കും. അത് തന്നെയാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ പെട്ടെന്ന് തീപിടിക്കുകയും ആളിപ്പടരുകയും ഒക്കെ ഉണ്ടായ കാരണം. ഈ ചൂട് ആണെന്നൊരു നിഗമനം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ വഴിയെ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. എന്തായാലും എറണാകുളത്ത് നിന്നും റോബോ പുറപ്പെട്ടിരിക്കുകയാണെന്നാണ്. ശരി, നവമി ദിനേശാണ് ആ വിവരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അവിടേക്ക് മനുഷ്യർക്ക് പോയി രക്ഷാപ്രവർത്തനം പൂർണ്ണ രീതിയിൽ നടത്തുക സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ റോബോയെ എത്തിക്കാനാണ് നീക്കം നടക്കുന്നത്. റോബോയെ എറണാകുളത്ത് നിന്നാണ് എത്തിക്കുക. അത് പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ സ്ഥലത്തെത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നവമി റിപ്പോർട്ട് ചെയ്യുന്നു. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാവിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാസ് കാഷ്വാലിറ്റി സജ്ജമാക്കിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് കൂടുതൽ വിദഗ്ധരായ സംഘം തൃശ്ശൂരിലേക്ക്, ഡോക്ടർമാരുടെ സംഘം തൃശ്ശൂരിലേക്ക് തിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. ലല്ലു തുടരുന്നുണ്ട്. ലല്ലു, നേരത്തെ കുഴിമിന്നലിന്റെ കാര്യം ലല്ലു സൂചിപ്പിച്ചു. അതാണ് ഈ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. വളരെ അപകടകാരികളാണോ കുഴിമിന്നൽ? ഇതിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് നടക്കുക? അങ്ങനെയാണെങ്കിൽ ഈ 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പലയിടങ്ങളിലായി ഇതുണ്ടാകുമോ? എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ ഘട്ടം? അതിന് അപകട സാധ്യതകൾ ഇനി എങ്ങനെ നിലനിൽക്കുന്നു? അതായത് രേണുക, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു അമിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പ്രോസസ്സ് ഈ പലതരം രാസവസ്തുക്കളുമായി മിക്സ് ചെയ്തും അല്ലെങ്കിൽ പല രാസവസ്തുക്കൾ അരച്ച് ചേർത്തും ഇങ്ങനെയൊക്കെയാണ് പല അമിട്ടുകളും തയ്യാറാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അമിട്ടുകളുടെ വർണ്ണം, വ്യാസം, തിളക്കം ഇതൊക്കെ അനുസരിച്ച് ഈ ചേർക്കുന്ന മരുന്നുകളുടെ രാസവസ്തുക്കളുടെ അളവിലും തൂക്കത്തിലെല്ലാം മാറ്റം ഉണ്ടാകും. കരിമരുന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കിലോ കണക്കിന് കരിമരുന്നുകളാണ് ഒരു വലിയ വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത്. നമ്മൾ പല വിഷുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഈ തുടർച്ചയായി, അല്ലെങ്കിൽ നമ്മൾ ഈ തെക്കൻ കേരളത്തിൽ മാലപ്പടക്കുകൾ അധികമായി പൊട്ടിക്കുമ്പോൾ പാലക്കാട് നേരെ ഇത്തരത്തിൽ തുടർച്ചയായി പൊട്ടുന്ന ഡൈന പോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ കരിമരുന്ന് അല്ലെങ്കിൽ ഇവ സ്ഥാപിച്ച ശേഷം കിലോ കണക്കിന് കരിമരുന്ന് ഇതിനിടയ്ക്കിടെ വിതറി പോകുന്നൊരു പ്രക്രിയയാണ് നമ്മൾ കാണാറുള്ളത്. തൃശ്ശൂർ പൂരത്തിനും അങ്ങനെ തന്നെയാണ്. പകൽ പൂരത്തിനും എല്ലാം പൊട്ടുന്നത് ഇത്തരത്തിലുള്ള ഡൈനകളാണ്. ഇത് ഈ ഉഗ്രസ്ഫോടനത്തോടെ, നമുക്കറിയാം, ഉഗ്ര ശബ്ദത്തോടെയാണ് നമ്മളിത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ലല്ലു, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ചികിത്സാ സഹായത്തിന് സർക്കാർ സംവിധാനങ്ങൾ ആകെ സജ്ജമാകാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. എല്ലാ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുമായി ഈ വിഷയം സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ
കൂടുതൽ സംവിധാനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം വരെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും സാധ്യതയും പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി അനുശോചനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഇടപെടുകയാണ്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സഹായവും സഹകരണവും വേണ്ടി വരികയാണെങ്കിൽ അത് ഉറപ്പാക്കാൻ കൂടി നിർദ്ദേശിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുമായി ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചികിത്സാ സഹായത്തിന് എല്ലാ വിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഈ സാഹചര്യങ്ങളെ കാണുന്നു. ഇപ്പോൾ പോലും നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ലഭ്യമല്ല. 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുകയാണ്. പക്ഷേ ഈ അപകടം നടന്ന് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴും നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി വിലയിരുത്തുക സാധ്യമായിട്ടില്ല. ഇപ്പോൾ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മനുഷ്യർ നേരിട്ടെത്തി നടത്തുന്ന രക്ഷാദൗത്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് ഉള്ളത്. കാരണം തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ അപകടങ്ങൾ വരുത്തിവെച്ചേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഒപ്പം തന്നെ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോഴും അപകട സാധ്യത ഒഴിഞ്ഞിട്ടില്ല. അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമുണ്ടായ സ്ഫോടനം അത് ഏതാണ്ട് കിലോമീറ്ററുകളോളം അതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. 5 വെടിപ്പുരകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 40ഓളം പേർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് 24 പേരെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ 17 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം കൂടിയുണ്ട്. അപ്പോൾ വളരെ വലിയ പരിക്കുകളോടെയാണ് ഈ 17 പേരെ എത്തിച്ചിരിക്കുന്നത്. നിസ്സാര പരിക്കുകളോടെ 2 പേർ വാർഡിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്ര പേർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടുണ്ട്, എത്ര പേർ ആ അപകട സമയത്ത് അവിടെയുണ്ട് എന്നതൊക്കെ ഇപ്പോഴും കൃത്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും കോട്ടയത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ അപകടമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആളുകളെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ മുണ്ടത്തിക്കോടിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നതിനാൽ രക്ഷപ്പെടുത്തിയെടുത്തവരെ ആശുപത്രിയിലെത്തിക്കാൻ അത് സഹായകമായി. പക്ഷേ ഈ പാടത്തിലേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. മതിലിടിച്ചു പൊളിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടേണ്ടി വന്നത്. ചെറിയ വഴിയായിരുന്നു അവിടേക്ക് എത്താനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ആദ്യം കുറച്ച് സമയം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആ വെടിപ്പുരയുടെ കെട്ടിടത്തിൻ്റെ കല്ലുകൾ കിലോമീറ്ററുകളോളം ദൂരെ എത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ അത്ര വലിയൊരു സ്ഫോടനമാണ് അവിടെ നടന്നത്. അതിൻ്റെ ആഘാതം എന്ത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. വലിയ രീതിയിൽ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ സാധ്യമായ നിലയിൽ മാത്രമേ അതിപ്പോൾ പറ്റുന്നുള്ളൂ. അവിടേക്ക് റോബോട്ടിനെ എത്തിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥ ചിത്രം എന്നതറിയാനും കൂടുതൽ തെരച്ചിൽ നടത്താനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളത്ത് നിന്നായിരിക്കും ആ സംവിധാനം അവിടേക്ക് എത്തുക എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.